ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ ഉള്ളത് അയർലൻഡിലെ ഒരു കാർ വർക്ക്ഷോപ്പിലാണ്. ഞങ്ങൾ അതിരാവിലെ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ഏതെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ ഇന്നലെ ഒരു യാത്ര പോയി. ഞങ്ങളുടെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോയി. അവിടെ ചെന്ന് അപ്രതീക്ഷിതമായിട്ടാണ് കാണുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ അലൈൻമെൻറ്റ് തെറ്റിയിട്ട് രണ്ട് വീലിൻ്റെയും ഉൾഭാഗം ഇങ്ങനെ തേഞ്ഞ് തീർന്നതിൻ്റെ കമ്പി തെളിയുന്ന ഒരു സ്റ്റേജിലേക്ക് വന്ന് നിൽക്കുമായിരുന്നു ഗൈസ്. അപ്പോൾ രാവിലെ തന്നെ വന്ന് നന്നാക്കുക, ടയർ മാറുക എന്നല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഏത് സമയവും ടയർ ടോ എന്ന് കേൾക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു വണ്ടിയുടെ ടയറിൻ്റെ അവസ്ഥ. അങ്ങനെ ഞങ്ങൾ അതിരാവിലെ വന്നു. പൂമ്പാറ്റേനെ കൊണ്ട് സ്കൂളിൽ വിട്ടു. ആ വഴി തന്നെ ഇവിടെ വന്നു. അപ്പോൾ അവർ പറഞ്ഞു 12 മണിക്ക് അപ്പോയിൻമെൻറ്റ് തരാമെന്ന്. അങ്ങനെ ഞങ്ങൾ വന്ന് 12 മണിയായപ്പോൾ നമ്മുടെ വണ്ടി ഉള്ളിൽ കയറ്റി. നമ്മുടെ വണ്ടി ഇപ്പോൾ ഉള്ളിലാണ് ഉള്ളത്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ദാ ഈ പൊക്കി വെച്ചിരിക്കുന്ന, നിങ്ങൾക്ക് കാണാമോ? ഞാൻ സൂം ചെയ്യാം. ദാ ഈ പൊക്കി വെച്ചിരിക്കുന്ന സാധനമാണ് നമ്മുടെ വണ്ടി. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ടയറുകൾ രണ്ടും മുട്ടയായതുള്ള രീതിയിൽ അഴിച്ചു മാറ്റി. അങ്ങനെ ഇതാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പം. അപ്പോൾ ഇച്ചായൻ പോയി നോക്കി നിൽപ്പുണ്ട്. ഇച്ചായ ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ ഇച്ചായൻ പഠിച്ചത് വെച്ച് നോക്കുമ്പോൾ ഇച്ചായൻ ഒരു കാർ മെക്കാനിക്കാണ് കേട്ടോ. മെക്കാനിക്കലാണ് പുള്ളി പഠിച്ചത്. അതിൻ്റെ വലിയ സാങ്കേതിക കാര്യങ്ങളൊക്കെ തിരക്കുക എന്നോണം പോയി നിൽപ്പുണ്ട്. എന്തെങ്കിലും മനസ്സിലായിട്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അവിടെ പോയി നോക്കി നിൽപ്പുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടയർ ഊരി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടയർ കാണിക്കും കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ നിങ്ങളെ അത് കാണിച്ചു തരാം. ഞങ്ങളുടെ ടയറിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഇവിടുത്തെ ഒരു കാർ വർക്ക്ഷോപ്പ്. ചെറിയ ഫെസിലിറ്റി ആയിട്ട് തോന്നുമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കുറേ സൗകര്യങ്ങളുണ്ടാവും കേട്ടോ. പുറത്തുനിന്ന് കാണുമ്പോൾ വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നുമില്ലെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളും. ഏത് സ്ഥലം, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ടയർ സെൻറ്ററിലാണ് നമ്മൾ വന്നത്. ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ ഇവിടെ കുറേ വണ്ടികൾ വന്ന് കാത്ത് കിടപ്പുണ്ടായിരുന്നെങ്കിലും നമ്മുടെ ടയറിൻ്റെ അവസ്ഥ കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് തന്നു കേട്ടോ. ഇന്ന് തന്നെ അപ്പോയിൻമെൻറ്റ് തന്നു. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ടയർ 2 ഇവിടെ ഊരി ഇട്ടിട്ടുണ്ട്. പുതിയ ടയറും അതിൻ്റെ അടുത്ത് തന്നെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം ഞങ്ങളുടെ ടയറിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത്. ഇച്ചായാലും കൊച്ചും കൂടി ഇങ്ങനെ മുറ്റത്തുകൂടി ഉലാത്തുന്നുണ്ട്. അല്ലാതെ ഒന്നും ചെയ്യാനില്ലല്ലോ. നമ്മൾ കാത്തു നിൽക്കുക, കാത്തു കിടക്കുക എന്നല്ലാതെ ഒന്നും ചെയ്യാനില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ നടന്ന് വീട്ടിലേക്ക് പോകാനുള്ള ദൂരമുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ പോകാത്തത് എന്നാന്ന് വെച്ചാൽ 10 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയുമെന്നും ഇവർ പറഞ്ഞു. പിന്നെ തിരിച്ചു പോകുന്ന വഴിക്ക് പൂമ്പാറ്റേനെ സ്കൂളിൽ നിന്ന് കൂട്ടേണ്ട സമയമാകും. എന്നാൽ പിന്നെ അതും കൂടെ കഴിഞ്ഞ് അവളെയും കൂടെ കൂട്ടി അങ്ങ് പോകാമല്ലോ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇവിടെ തന്നെ നിന്നത് സത്യം പറഞ്ഞാൽ. അതുപോലെ ഞങ്ങൾ ഇന്നലെ അറിയില്ലായിരുന്നു ആ ടയർ അങ്ങനെ പോയ കാര്യമേ ഞങ്ങൾ അറിയില്ലായിരുന്നു. ഞങ്ങൾ ഇന്നലെ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയി എന്ന് ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങൾ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ തെരുതരം ഇച്ചാന് ഫോൺ വന്നുകൊണ്ടിരിക്കുക ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ. അപ്പോൾ ഇച്ചാൻ എന്നോട് ചോദിച്ചു, കുറച്ച് സമയം എനിക്ക് കുറച്ച് കോള് വിളിക്കാനുണ്ട്, നീ വണ്ടി എടുക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ വണ്ടി എടുത്തോണ്ട് പോയി. അപ്പോൾ അവരുടെ വീട്ടിൽ ചെന്ന് എത്തിയപ്പോൾ അവരുടെ വീട് ഗേറ്റ് ക്ലോസ് ചെയ്തേക്കുവാ. അതുകൊണ്ട് ഇച്ചാൻ ഇറങ്ങിയിട്ട് ഗേറ്റ് ഓപ്പൺ ചെയ്ത് തന്നു. അപ്പോൾ ഞാനിങ്ങനെ വളച്ച് കയറ്റിയപ്പോഴത്തേക്കും ആ ടയറിൻ്റെ ഇൻസൈഡ് കാണാവുന്ന പക്ഷേ വന്നപ്പോൾ ഇച്ചാൻ എന്നോട് പറഞ്ഞു, ഒന്നുകൂടെ നേരെയാക്കി കേട്ട് വളച്ചേടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒന്നുകൂടെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ കണ്ടത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നലെ അറിയില്ല. എവിടെയെങ്കിലും പോയി ടയർ പൊട്ടി ഞങ്ങൾ വഴിയിലായി അങ്ങനെയൊക്കെ എത്തുന്ന സിറ്റുവേഷനിൽ മാത്രമേ ഞങ്ങൾ അത് അറിയുണ്ടായിരുന്നുള്ളൂ. ഇന്നലെ ഏതായാലും അങ്ങനെ പോവാനും ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോയതൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ ടൗണിൽ പോയി. അപ്പം ഞങ്ങൾക്ക് അങ്ങോട്ടൊന്ന് പോകണമെന്ന് തോന്നി. അങ്ങനെ പോയി. ഏതായാലും അവിടെ ചെല്ലാനും കാണാനും ഒക്കെ ദൈവാനുഗ്രഹം. ശരിക്കും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഞങ്ങളത് കാണാനാണെങ്കിൽ കാണേണ്ടതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ബുദ്ധിമതി ആയതുകൊണ്ടും എൻ്റെ ഭയങ്കര ബുദ്ധിപൂർവ്വമുള്ള നീക്കം കൊണ്ട് ഞാൻ ഡിക്കിയിൽ നിന്ന് ഒരു സാധനം എടുത്ത് താക്കോല് ഡിക്കിയിൽ വെച്ച്, അവരുടെ വീട്ടിൽ നിന്ന് തന്നെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ അവിടെ പോയപ്പോൾ ഡിക്കിക്കകത്ത് താക്കോല് വെച്ച് ഞാൻ ഡിക്കി അടച്ചു. അങ്ങനെ ഡിക്കിക്കകത്ത് താക്കോലായി, ലോക്കായി. അന്ന് ഇച്ചാൻ അത് എങ്ങനെയെങ്കിലും തുറക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി വണ്ടിയുടെ അടിയിൽ കൂടെ നൂഴ്ന്ന് കയറുന്നു, ഇറങ്ങുന്നു, ഡിക്കിയുടെ അടുത്ത് പോകുന്നു, ഡോറിൻ്റെ അടുത്ത് വരുന്നു, ടയറിൻ്റെ അടുത്തൂടെ ഇറന്നു പോകുന്നു. അങ്ങനെ കുറേ കളിച്ചതാണ്. ആ സമയത്തൊന്നും ഞങ്ങൾ നോട്ടീസ് ചെയ്തില്ല. ഇച്ചാൻ അത് കണ്ടേ ഇല്ലല്ലോ. ഇച്ചാൻ എന്നിട്ട് എന്നോട് പറയുമായിരുന്നു, ഇത് ഈ ആഴ്ച എങ്ങാണ്ട് സംഭവിച്ചടി. കാരണം കഴിഞ്ഞ ആഴ്ച ഞാൻ അതിൻ്റെ അടിയിൽ കൂടെ അത്രയും പോയിട്ട് കണ്ടിട്ടില്ല. ഇത് ഈ ആഴ്ച സംഭവിച്ചതാണ്. പക്ഷേ ഈ ആഴ്ച സംഭവിച്ചല്ല, അത് അത്രത്തോളം തേഞ്ഞിരുന്നു കേട്ടോ. ഒരു വശം ഒരു 10 ദിവസം കൊണ്ടൊന്നും തേയുന്നൊരു അത്രയല്ല തേഞ്ഞത്. നന്നായിട്ടത് തേഞ്ഞു പോയായിരുന്നു. നമ്മുടെ ടയർ വന്നിട്ടുണ്ട്. നമ്മുടെ ടയർ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലായിരുന്നു. നമ്മുടെ ടയർ വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ തന്നെ നോക്കിയിട്ട് നിങ്ങൾ തന്നെ പറ. ഇതാണ് ഇപ്പൊ നമ്മുടെ ടയറിന്റെ അവസ്ഥ. ഇവിടെ കമ്പി കാണുന്ന സിറ്റുവേഷനിൽ എത്തിയായിരുന്നു. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ അത് പൊട്ടു എന്നുള്ളൊരു സ്റ്റേജ് തന്നെയായിരുന്നു. അതുകൊണ്ട് പുള്ളിക്കാരൻ അത് എറിഞ്ഞ് കളഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഇനി ഇത് കൂട്ട് ടയർ കൊണ്ട് നടന്നേക്കരുത്. ഇത് കൂട്ട് ഒത്തിരി ടയറൊക്കെ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ തേഞ്ഞത് നമ്മുടെ ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ കുറേ ടയറുകളുണ്ട് കേട്ടോ.
ഇതാ ഇവിടെ ഇഷ്ടം പോലെ ഇങ്ങനത്തെ ടയറുകൾ തേഞ്ഞത് കിടപ്പുണ്ട്. നല്ല ടയറായിരുന്നു. ഏതാ നമ്മുടെ ടയർ? അതല്ല നമ്മുടെ, അതാ ഈ കിടക്കുന്നതാണ് നമ്മുടെ ടയർ. അതിന് ഇച്ചാൻ പറയും ഇനിയും കട്ട ഉണ്ടായിരുന്നു. നിങ്ങൾ ആ കട്ടയുടെ അവസ്ഥ ഒന്ന് കണ്ടോ? കമ്പിയാണ് കൈസ കാണുന്നത്, തേഞ്ഞ് തീർന്ന് കമ്പിയുടെ സ്റ്റേജെത്തി. ബാക്കി ഒരു ടയറുകൾ ഇതാ ഈ കൂട്ടത്തിൽ ഒരു ടയറുകളും അത്രയും തേഞ്ഞ് തീർന്നില്ല. ഇവർ മാറ്റിയ ഓൾഡ് ടയേഴ്സ് കൊണ്ടിരുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരു ടയർ പോലും ഇല്ല അത്രയും തേഞ്ഞ് തീർന്ന അവസ്ഥയിലുള്ളത്. അതായിരുന്നു നമ്മുടെ ടയറിൻ്റെ അവസ്ഥ. ഇച്ചായ ഇതിനെക്കുറിച്ച് 2 വാക്ക്, നമ്മുടെ ടയറിൻ്റെ അവസ്ഥയെ കുറിച്ച്. ഒന്നും പറയാനില്ല, എല്ലാം പോയി. ഒന്നും പറയാനില്ലാത്തൊരു സ്റ്റേജിലായിരുന്നു നമ്മുടെ ടയറിൻ്റെ അവസ്ഥയുള്ളത്. എൻ്റെ കർത്താവെ, ദൈവം അനുഗ്രഹിച്ച് കണ്ടുപിടിച്ചു, സമയത്ത് മാറ്റാൻ പറ്റി. അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല, ഒന്നും. ഇന്ന് നല്ല വെതറാണ് കേട്ടോ. നമുക്കങ്ങനെ പുറത്തിറങ്ങി നിൽക്കേണ്ട വന്നെങ്കിലും നമുക്കങ്ങനെ ഒരു പ്രശ്നം ഫീൽ ചെയ്യാത്ത പോലെ, എത്ര സമയം നിന്നാലും നമുക്ക് പ്രശ്നമില്ല, മടുപ്പില്ലാത്ത പോലെ നിൽക്കാൻ പറ്റി. നല്ല വെതറായിരുന്നു. അപ്പോൾ വല്ല വിൻ്ററിലും ആണ് ഈ സംഭവം സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് കാറ് കൊടുക്കുക, തിരിച്ച് വീട്ടിൽ പോവുക, സമയമാകുമ്പോൾ വന്ന് മേടിക്കുക എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. നമുക്കിങ്ങനെ പുറത്ത് ഇത്രയും നല്ല വെതറോടുകൂടി നിൽക്കാൻ പറ്റത്തില്ല. എന്നാ പറഞ്ഞാലും ചിങ്കടുമൊക്കെ നല്ല ക്ഷമയോടുകൂടി തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി ഇപ്പം തന്നെ വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം ടയർ മാറ്റുന്നുണ്ട്. ലാസ്റ്റ് മറ്റേ ടയർ ഇട്ടു. ഇനി അലൈൻമെൻറ്റ് കൂടെ ചെയ്തതിന് ശേഷം അത് പുറത്ത് വരും. അപ്പം ഞാൻ കാണിച്ചു തരാം ഞങ്ങളുടെ പുതിയ ടയറും കൂടെ. ഓക്കെ, ടയർ അങ്ങനെ നമ്മുടെ വണ്ടി പണിയെല്ലാം കഴിഞ്ഞ് നല്ല പുത്തനായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. നല്ല സൂപ്പർ ടയറായിട്ട് നല്ല ഇതാണിപ്പോൾ നമ്മുടെ പുതിയ ടയർ ഇട്ടു. ഇതാണ് ഗൈസ് നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിലെ ഒരു സീന്. ഈ ചായ പൈസ കൊടുക്കാൻ വേണ്ടി ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ. നമ്മുടെ വണ്ടിയുടെ പരിപാടി കഴിഞ്ഞു. അടുത്ത വണ്ടി ഉള്ളിലേക്ക് കയറി. ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ ഒരു വണ്ടി, രണ്ട് വണ്ടി പണിയെടുക്കുന്നുണ്ട്. ആ കൂടെ ഒരു വീൽ അലൈൻമെൻറ്റ് സെക്ഷനിലേക്ക് അടുത്ത വണ്ടി കയറിയിട്ടുണ്ട്. ഇത് ഈ വർക്ക്ഷോപ്പിൽ കണ്ട ഒരു ക്ലോക്കാണ് കേട്ടോ. ടയറിൻ്റെ വീൽ കപ്പയിൽ 2 സൂചി വെച്ചിട്ട്, ഇതിന് സെക്കൻഡ് സൂചി ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇത് ഓടുന്നുണ്ടോ എന്ന് തിരിയാത്ത. ഇത് ഓടുന്നുണ്ട്. ഇവിടെ കറക്റ്റ് 12:15 തന്നെയാണ് കേട്ടോ ഇപ്പോൾ സമയം. അത് കറക്റ്റ് 12:15 തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇനി ഒരു 45 ദിവസം കഴിയുമ്പോൾ ഒന്നോടെ വരണം അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാൻ. അപ്പോൾ 45 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടെ വന്ന് വീൽ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് ഫ്രീ ആയിട്ട് ചെയ്തു തരും. അപ്പം ഞങ്ങളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മുടെ വണ്ടി കുട്ടപ്പനായിട്ട് ഇതാ ഇവിടെ നിൽക്കുന്നു, കയറുന്നു, പോകുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.